ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഫേമസ് ആയാലും എത്ര വലിയ റെപ്യൂട്ടഡ് സ്റ്റേജിലായിരുന്നാലും നല്ല വിദ്യാഭ്യാസം നേടി ഭയങ്കര സംസ്കാര സമ്പൂർണനാണ് അഥവാ സമ്പൂർണയാണ് എന്ന് മറ്റുള്ളവർ പറയത്തക്ക രൂപത്തിലുള്ള മേന്മകൾ കാഴ്ചവെച്ചാലും ശരി, അവരിൽ അന്തർലീനമായിരിക്കുന്ന ചില സ്വഭാവ ഗുണങ്ങളുണ്ട്. അത് പുറത്തു വരിക തന്നെ ചെയ്യും. ചിലപ്പോൾ കുറച്ച് സമയം കഴിയും, ചിലപ്പോൾ പെട്ടെന്നായിരിക്കും. 3 കോടി രൂപയാണ് ഒരു ഗർഭത്തിന് സജന റസൂൽ പൂക്കുട്ടിക്ക് വിലയിട്ട്. റസൂൽ എന്ന പേരിന് ശരിക്ക് അന്വർത്ഥമായ രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ, പ്രത്യേകിച്ച് സ്ത്രീ വിഷയത്തിൽ. സജനയും ആദ്യം ഒരു വിവാഹം കഴിച്ചു, രണ്ടാമതാണ് ഫിറോസിനെ വിവാഹം കഴിക്കുന്നത്, മൂന്നാമതാണ് റസൂൽ പൂക്കുട്ടിയുമായിട്ടുണ്ടായിരുന്ന ഈ വിവാഹബന്ധം. നമുക്കൊന്നും പറയാനില്ല അതിലൊന്നും. അപ്പോ ഒരു ഗർഭം ആദ്യം അലസുന്നു, രണ്ടാമത് അലസിപ്പിക്കുന്നു, മൂന്നാമത്തെ ഗർഭത്തിനാണ് 3 കോടി രൂപ ആവശ്യപ്പെട്ടത് നമ്മൾ കണ്ടത്. പിന്നീട് അത് 10 കോടിയിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നു. പിന്നീട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവരുടെ വോയിസ് കേട്ട, ഇവരുടെ വീഡിയോ കേട്ട മുഴുവൻ കാഴ്ചക്കാരെയും വിഡ്ഢികളാക്കിയിട്ട് റസൂൽ പൂക്കുട്ടിയെ പടച്ചോനായിട്ട് അവരോധിക്കുന്നു. ദൈവമാണോ അഥവാ സഹോദരനാണോ, വാപ്പയാണോ, കാമുകനാണോ, ഭർത്താവാണോ എന്ന് അവർക്കറിയില്ല അത്രേ. അതെന്താണെന്ന് ശ്രോതാക്കൾ പറഞ്ഞു കൊടുക്കണം, അഥവാ പ്രേക്ഷകർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ പറഞ്ഞു കൊടുക്കണം. വാപ്പയിൽ നിന്നും മകള് ഗർഭം ധരിക്കുന്നതും, പടച്ചോനിൽ നിന്നും സൃഷ്ടി ഗർഭം ധരിക്കുന്നതും, സഹോദരനിൽ നിന്ന് സഹോദരി ഗർഭം ധരിക്കുന്നതും ഒക്കെ. കാരണം ആ ഒരു സ്റ്റേജസിലേക്കാണ് റസൂൽ പൂക്കുട്ടിയെ കൊണ്ടുവന്നിട്ട് സജന കൊണ്ടുവന്ന് കെട്ടുന്നത്. അപ്പോ റസൂൽ പൂക്കുട്ടിക്ക് അയാളുടെ കുടുംബമാണ് വലുതെങ്കിൽ തനിക്ക് 3 കോടി രൂപ ആവശ്യപ്പെട്ട് സജനയുടെ ഓഡിയോ ആണ് അവരുടെ ആദ്യ ഭർത്താവായിട്ടുള്ള ഫിറോസ് പുറത്തുവിട്ടത്. അപ്പോ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവര് ആരോപണം ഉന്നയിക്കുന്നത്. റസൂൽ പൂക്കുട്ടി തന്നെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തുക നഷ്ടപരിഹാരമായി ആവശ്യപ്പെടുന്നത് എന്ന് സജന ഇന്റർവ്യൂവിൽ പറയുന്ന ഭാഗവുമുണ്ട്. അപ്പോ സജനയുടെ മുൻ ഭർത്താവായിട്ടുള്ള ഫിറോസ് ഖാൻ പുറത്തുവിട്ട ചില ഓഡിയോ ക്ലിപ്പുകളും ആരോപണങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ ചർച്ചകളായി, വിവാദമായി. ഇതിന് പിന്നാലെ റസൂൽ പൂക്കുട്ടിക്കെതിരെ കടുത്ത വെളിപ്പെടുത്തലുകളുമായി സജന രംഗത്ത് വന്നു. ഈ വാർത്തയുടെ സോഷ്യൽ മീഡിയ ന്യൂസ് അഥവാ ഹെഡ്ലൈൻ വേരിയന്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. നോക്കണം, ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്നതെല്ലാം കണ്ടിട്ടും മിണ്ടാതിരിക്കണം. ഇടയ്ക്ക് ഷിയാസ് കരീമായിരുന്നു. ഷിയാസ് കരീമും അതുപോലെ തന്നെ ഒരു സ്ത്രീയെ ലക്ഷക്കണക്കിന് രൂപ പറ്റിച്ചിട്ട് ഒടുവിൽ പുറത്തു വന്നിട്ട് ഇതൊന്നും പറയരുത്, നിനക്ക് എന്നോട് ലവ് ആണെങ്കിൽ ഞാൻ നിന്റെ വായിൽ അടിച്ചു തരാം, നീ കുടിച്ചോ എന്ന് പറയുന്ന ഓഡിയോ അടക്കം പുറത്തു വന്നിട്ട് പോലും അവനെ കാര്യമായ രൂപത്തിൽ വിമർശിക്കാനോ ഈ തെണ്ടിത്തരത്തെ എടുത്തു പറയാനോ അധികം ആളുകൾ തയ്യാറാകാത്തത് അവൻ ഒരു മുറിയനായതുകൊണ്ടാണ്. എതിർഭാഗത്ത് വരുന്നവരുടെ മതവും രാഷ്ട്രീയവും നോക്കിയിട്ടുള്ള പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വർദ്ധിച്ചു വരുമ്പോൾ നമുക്കിത് അഡ്രസ്സ് ചെയ്യാതെ പറ്റില്ല. മറ്റൊരാളാണ് തൊപ്പി. തൊപ്പിയും അതുപോലെ തന്നെ. തൊപ്പിയുടെയും ഇത്തരം പോക്സോ വിഷയങ്ങളും പിന്നെ കൂടെ നിർത്തുന്ന ആളുകളെയൊക്കെ കമിഴ്ത്തി കിടത്തിയിട്ട് കുണ്ടനടി നടത്തുന്നതും ഇതൊക്കെ പബ്ലിക്കിൽ ഇന്ന് വന്നിട്ടുണ്ട്. ഇതൊക്കെ വലിയ തോതിൽ വിമർശനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഖാദർ കരിപ്പൊടിയുടെ വിവാദം വരുന്നത്. പിന്നെ ലോകോത്തര നന്മ മരമായിട്ടുള്ള ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് തുടങ്ങി അനേകം ആളുകളുടെ അവിഹിത കഥകൾ കൊണ്ട്, ഏതാണ്ട് സുന്നത്തുകൾ കൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മലിനമായിരിക്കുന്ന സാഹചര്യം. ഇതിനെ തുടർന്ന് സജന കുറച്ച് വിശദീകരണങ്ങളുമായി വരുന്നു. പിന്നീട് ഫിറോസ് അതിന്റെ വിശദീകരണമായിട്ട് കുറച്ച് ഓഡിയോ ക്ലിപ്പുകൾ പുറത്തിടുന്നു. റസൂൽ പൂക്കുട്ടിയും സജനയും തമ്മിലുള്ള അവിഹിത കഥകളുമായി ബന്ധപ്പെട്ട് സജനയുടെ ഉമ്മ വിളിച്ച് റസൂൽ പൂക്കുട്ടിയോട് ഈ ഗർഭത്തിന്റെ കഥകൾ ചോദിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഗർഭമായത് എന്ന് ഉമ്മയ്ക്ക് അറിയാമല്ലോ, ഞങ്ങൾ ഒരാൾ വിചാരിച്ചാൽ ഗർഭമാകത്തില്ലല്ലോ എന്ന് റസൂൽ പൂക്കുട്ടി ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഉമ്മയ്ക്ക് മറുപടി നൽകുന്നു. തുടർന്ന് റസൂൽ പൂക്കുട്ടിയുടെ കുടുംബവും സജനയുടെ കുടുംബവും ഒരുമിച്ചിരുന്നിട്ട്
ഈ കളികളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നു. കാരണം ഇതൊരു കൺക്ലൂഷനിൽ എത്തണമല്ലോ. ഒരു കളിക്ക് 3 കോടി രൂപ സജനെ ആവശ്യപ്പെടും. തുടർന്ന് ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടായപ്പോൾ സജന നേരെ മറുനാടൻ മലയാളിയിൽ അങ്ങോട്ട് ചെന്നൊരു ഇന്റർവ്യൂ കൊടുത്തു. പിന്നീട് അതായി അടുത്ത വിവാദത്തിന് തിരി. പിന്നീട് ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ യുവാക്കൾ എടുത്തിട്ട് അലക്കാൻ തുടങ്ങിയപ്പോൾ ഇവർക്കെതിരെ പ്രതികരിച്ച് എല്ലാവരെയും കേസിൽ കുടുക്കും എന്നുള്ള അടുത്ത ഉമ്മാക്കിയും വന്നു. കേട്ടോ, അവനെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം ഞാനൊരു തള്ള വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റും. ഒരു തള്ള വേണ്ട പോവേണ്ട അങ്ങനെ ഇങ്ങനെയാണ് വൃത്തികേട്ടവനാണെന്ന് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിന് വെറുക്കും. എന്നിട്ട് സജന പറയുന്നുണ്ട്, എന്റെ കുട്ടിയെ പോലും ഒരു പക്ഷേ ലൈംഗികമായി ഫിറോസ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നതടക്കം ഒരു ഉമ്മയുടെ വായിൽ നിന്ന് വന്നു കഴിഞ്ഞു. പക്ഷെ ആ കാര്യങ്ങള് എന്താ പറഞ്ഞു കൊടുത്ത് അവളെ ഞാൻ ഇക്കനെയും കൂടെ തെറ്റിക്കുവാണ്, ഞാൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഞാൻ ഇക്കനെയും അവളെയും കൂടെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഇവള് സ്പീക്കർ ഇട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മമ്മിക്ക് വയ്യാണ്ട്. റസൂ പൂക്കുറ്റി, സജന, ഫിറോസ് ഇവരിൽ മാത്രം ഒതുങ്ങി നിരുന്ന ഈ ഒരു വൃത്തികെട്ട കേസിലേക്ക് വീണ്ടും മെമ്പേഴ്സ് കൂട്ടമായിട്ട് അല്ലെങ്കിൽ ലോറി പിടിച്ചു വരുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസത്തിന്റെ പേര് ഗീവ് ആൻഡ് ടേക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരാൾ അങ്ങോട്ട് ഒരെണ്ണം ഇടുന്നു, അതിന് ഓപ്പോസിറ്റ് അവിടെ നിന്ന് ഒരു സാധനം ഇങ്ങോട്ട് ഇടുന്നു. നല്ല ഹാർഡായിട്ട് ഫിറോസ് കുറെ തെളിവുകളും വീഡിയോയും വോയിസ് ക്ലിപ്പും എല്ലാം കൂടി ഇട്ട് നല്ല ഏറ്റ പണി ഒരെണ്ണം അങ്ങോട്ട് വെച്ചു കൊടുത്തു. ആ വെച്ചു കൊടുത്ത പണിക്ക് ഒരു ദിവസം മുമ്പേ സജനയുടെ വെളുപ്പിക്കലായിട്ടുള്ള ഒരു ഇന്റർവ്യൂ സ്വന്തം യൂട്യൂബ് ചാനലുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഷാലുവിന്റെ ചാനലിൽ നിന്നും പുറത്തേക്ക് വരുന്നു. തൊട്ടടുത്ത ദിവസം ഫിറോസിന്റെ ഈ വീഡിയോ വന്നതോടുകൂടി ഇവളെ വെളുപ്പിക്കുന്ന കാര്യം, ഇവളുടെ അമ്മ പാസം എന്താണെന്ന് ജനങ്ങളിലേക്ക് അറിയിക്കാൻ കാണിച്ച കാര്യങ്ങൾക്ക് എവിടേക്കോ കുറച്ച് നല്ല കമന്റുകൾ വന്നതിന്റെ പുറത്തോടാണ് സജനയുടെ തനി സ്വഭാവം എന്തുവാണെന്നും അവൾ എന്ത് രീതി നടക്കുന്ന ഒരു പെണ്ണാണെന്നും അവൾക്ക് എത്ര കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് പോലും അറിയത്തില്ല എന്ന രീതിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എടുത്ത് പുറത്തിട്ടൊരു കാര്യം. അതിനുശേഷം ഈ ഒരു 2 ദിവസത്തിന് ശേഷം ആയപ്പോഴത്തേക്ക് ഇത് നേരെ കറങ്ങി അടുത്ത ഇന്റർവ്യൂയിലേക്ക് സജന എത്തുന്നു. ഇതിന്റെ എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് കൊടുക്കുന്നു, മറുനാടൻ മലയാളി കൊടുക്കുന്നു. അത് ചെറിയൊന്നുമല്ല, നല്ല വലിയ ദീർഘിപ്പിച്ചിട്ടുള്ള, കാരണം ഒരുപാട് കഥകളുണ്ടല്ലോ പുള്ളിക്കാരിക്ക് പറയാനായിട്ട്. അത് ഒരിക്കലും ഇങ്ങനെ തീരുന്നതല്ല. അഭിനയിക്കുന്ന സീരിയൽ പോലെ തന്നെ എപ്പിസോഡ് കണക്കിന് ജനങ്ങൾക്കിടയിലേക്ക് കാണിക്കാൻ പാകത്തിലുള്ള ക്ലൈമാക്സുകളും ത്രില്ലിംഗ് എക്സ്പീരിയൻസുകളും വേണമെങ്കിൽ ജിത്തു ജോസഫിന്റെ അടുത്ത് ഒരു കഥ പറഞ്ഞു നോക്കും. കഥ മാത്രമേ പറയാവൂ കേട്ടോ, തനി സ്വഭാവം പുറത്ത് കാണിക്കരുത്. അങ്ങനെ കഥ പറയുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ദൃശ്യം 5-നകത്ത് ഏതെങ്കിലും ഒരു സാധനത്തിൽ ഈ ഭാഗത്തിന്റെ ഒരു ഭാഗം എടുത്ത് കടമെടുത്ത് അല്ല സോറി ഐ എം റിയലി സോറി, ഒരിക്കലും ഇതുപോലുള്ള കമ്പി കഥകൾ ദൃശ്യ സിനിമയ്ക്കകത്ത് വെക്കാൻ പറ്റത്തില്ല. അത് ഏതെങ്കിലും ഏപ്പടം കളിക്കുന്ന തിയേറ്ററിലേക്ക് അതിന്റെ സംവിധായകന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ദീപ്തി എന്ന് പറഞ്ഞ പെണ്ണുണ്ടല്ലോ, നോക്കാം എസ്മയ്ക്കകത്ത് ചിലപ്പോൾ ഒരു സീരിയസ് ആയിട്ട് ഈ സാധനം നമുക്ക് ഇറക്കാൻ പറ്റും. എനിക്കറിയാമെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്ത് തരായിരുന്നു കേട്ടോ. ഈ അറിയത്തില്ല, സത്യമായിട്ടും അറിയത്തില്ല. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മൊത്തമായിട്ട് നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തും. കാണിക്കാമോ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ല കീഴിലെ വോയിസ് ക്ലിപ്പ്. ഈ വോയിസ് ക്ലിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സജിനയും ദിയസനയും പൂക്കുറ്റിയും, അതായത് പൂക്കുറ്റിയും സജിനയും കൂടെ ഒന്നിച്ചിരുന്നുകൊണ്ട് ഒരു ഫോണിൽ ദിയുടെ സംസാരിക്കുന്നത്, വാക്ക് തർക്കങ്ങൾ. അതായത് അതിനുശേഷമുള്ള ഒരു വോയിസ് കോൾ പൂക്കുറ്റി സാറിനെ ഭീഷണിപ്പെടുത്തുന്നു, എന്റെ കൂടെ നിന്നില്ലെങ്കിൽ അടിച്ച് കലക്കി നിന്റെ അണ്ണാക്കി ഞാൻ തരും എന്ന രീതിയിലുള്ള പരിപാടികൾ ഇപ്പം നിന്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞിരിക്കണം. ഭാര്യ ഇത് അറിഞ്ഞിരിക്കണം. അപ്പൊ സജന ചോദിക്കുന്നു, സജനയല്ല സോറി, എല്ലാം ഒരു മറ്റേടത്തെ പരിപാടി തന്നെ കേട്ടോ. അതുകൊണ്ട് ദിയ ചോദിക്കുന്നു, പുള്ളിക്കാരന്റെ വൈഫിന് ക്യാൻസർ ആണ്, വലിയ ഇതായിട്ടൊക്കെ ഇരിക്കുക, അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് എന്റെ കാര്യം സേഫ് ആക്കിയാൽ മതി, ഇത് എല്ലാവരും അറിഞ്ഞേ പറ്റൂ. പിടിച്ചു നിർത്തി ഫോട്ടോ എടുക്കുന്നു, സ്റ്റോറി ഇടുന്നു, ലൈവ് ഓൺ ചെയ്ത് വെച്ചിട്ട് പറയുന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞുകൂടെ എല്ലാവരും കാണട്ടെ എന്ന രീതിയിലൊക്കെ പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്, സജനയുടെ ഫേസ്ബുക്കിനകത്തോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനകത്തോ ഓരോ ഫോട്ടോസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. അതായത് കൂടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയോട് പിണക്കം വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ പുള്ളിക്കാരി ഇതുപോലുള്ള പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പൂക്കുറ്റിയെ കുറിച്ച് 2 പൂക്കുറ്റിത്തരം പറഞ്ഞില്ലെങ്കിൽ ഈ വീഡിയോ മുഴുവിക്കാൻ പറ്റത്തില്ല. എടാ പോയി തീട്ടത്തിൽ പോയി കേട്ടാ വേണ്ടപ്പാ, ഇത്രേ ഉള്ളൂ. നിനക്ക് ഞാൻ വിചാരിക്കുന്നത് നിനക്കൊരു നിലവാരമുള്ളവരുത്തനാണ്, ഒരു നിലവാരമുള്ളവരുത്തൻ. ഇപ്പൊ പാക്ക പെണ്ണുപിടിയനാ. അല്ലെങ്കിൽ ഇവൻ ഈ, അതായത് നമുക്ക് ഈ സാധനം ചീഞ്ഞു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും അതിനകത്തിട്ട് നിൽക്കുവോ? ഇല്ല, അത് ചീഞ്ഞതാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും അതിനകത്ത് കോരിട്ട് ഇളക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് അവിടെ നിന്ന് എന്തോ ഫലഭൂഷ്ടമായ സാധനങ്ങൾ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിന്റെ ടേസ്റ്റിനകത്തുള്ള ഏതോ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. എനിക്ക് വേറെ കൈയും കാലും ഒക്കെ കിട്ടിയിട്ടായിരിക്കും, എനിക്കറിയാൻ വയ്യ. നിങ്ങൾ ആലോചിക്കരുത്, ഞാൻ ആലോചിക്കുന്ന കാര്യമല്ല, നിങ്ങൾ എന്തിനാ ആലോചിക്കുന്നത്? അങ്ങനെ ഒന്നും ആലോചിക്കരുത്. കടലോ പോലീസ് ആയിരിക്കും, പോലീസ് മറ്റേ വീഡിയോ കോൾ ചെയ്തിട്ട് പോലീസ് അറസ്റ്റ് മീ, അറിയോ അവനെ അറസ്റ്റ് ചെയ്തു. മറ്റേ സിനിമ മറ്റേ വിനീത് ശ്രീനിവാസൻ ഉണ്ടല്ലോ, കുറുക്കനോ കോഴിയോ ഒക്കെ സിനിമ ഉണ്ടല്ലോ, വീഡിയോ. ഇതിന്റെ ഭാര്യയുടെ ഫോട്ടോയാണ്, ഇതിന്റെ ഭാര്യയുടെ ഫോട്ടോയാണ്. ഇതിവിടെ ഇരിക്കട്ടെ, ശവത്തിന്റെ ഫോട്ടോ ഇരിക്കട്ടെ, അതിന്റെ പുറത്ത് ഞാൻ ഇങ്ങനെ
അങ്ങനെ പൂക്കുറ്റി അങ്ങനെയൊക്കെ ചെയ്ത് കാണും. മിക്കവാറും പൂക്കുറ്റിയുടെ വീഡിയോ ഒക്കെ കാണും. പ്രശ്നം വഷളാവും, പൂക്കുറ്റി തുള്ളുന്ന വീഡിയോ വരും. അതിന് വേണമെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പുള്ളി തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും. നമുക്ക് അടുത്ത ഓസ്കാറുള്ള എന്തായാലും കിട്ടി. പുതിയൊരു 2-3 ഓസ്കാറും കൂടെ ഉള്ള ഒരു വകുപ്പ് അതിനകത്ത് കാണുമായിരിക്കും കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ദിയ സനയുടെ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കാം. അതായത് ഈ പുള്ളിക്കാരനെ ഭീഷണിപ്പെടുത്തുന്നത്, അതായത് പൂക്കുറ്റി എന്റെ അടുത്തുനിന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ പൂക്കുറ്റി അടിച്ച് മേളിക്കെറ്റി പൂക്കുറ്റിയായിട്ട് വിട്ടുകളയുന്നു അത് പറയുന്ന ഒരു കാര്യം. പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അവര് ഫെബ്രുവരി 18-ാം തീയതി ഇടുന്ന അവരൊരു പോസ്റ്റ് ആദ്യമായിട്ട് ഇട്ടു. അതിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രഗ്നൻസി കിറ്റിന്റെ ഒരു ഫോട്ടോ ആയിരുന്നു അവരിട്ടിരുന്നത്. അതിൽ പോസിറ്റീവ് കാണിച്ചത് റസൽ പൂക്കുറ്റിയുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡായിരുന്നു. അത് അയാള് ആദ്യത്തെ സമയം ഭീഷണിപ്പെടുത്താൻ വേണ്ടി അവള് ഉപയോഗിച്ച വെപ്പണായിരുന്നു. കുറച്ചു നേരം അത് സ്റ്റോറിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഡിലീറ്റ് ആയി പോയി. ആ സ്റ്റോറി കണ്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമുക്ക്. രണ്ടാമത്തെ ദിവസം ഇട്ട പോസ്റ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 28-ാം തീയതി അവളൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിൽ ഇവർ രണ്ടുപേരുടെയും കൂടെ ഉള്ള ഒരു ഫോട്ടോ ഇട്ടിരുന്നു. റസൽ പൂക്കുറ്റിയും സജ്നയും ആയിട്ടുള്ള ഫോട്ടോ ഇട്ടു. ആ ഫോട്ടോയില് ഇത് ക്യാപ്ഷൻ വിവാഹിതരാവാൻ പോകുന്നു എന്നുള്ളതായിരുന്നു. അന്ന് നീലക്കോയിൽ പോലുള്ള ഓൺലൈൻ ചാനൽസുകൾ അല്ലേ ഒരു കല്യാണം കഴിച്ചിട്ടിരിക്കുമ്പോഴത്തേക്ക് അടുത്ത് വിവാഹിതരാവാൻ പറ്റുമെന്ന രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? ഒന്ന് ആലോചിച്ചോക്കെ. ഈ സെലിബ്രിറ്റികളാണെങ്കിൽ അവരുടെ തൊലിക്കെട്ടി ആലോചിച്ചോക്കെ. ലിവിംഗ് ടുഗദർ എന്തെങ്കിലും മിനിമം പറഞ്ഞാൽ അത് കാണുന്നവർക്ക് മനസ്സിലാവും ഇല്ലേ? ഇങ്ങനെ ഓപ്പൺ റിലേഷൻഷിപ്പ് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, കാണുന്നവർക്ക് കൺവിൻസ് ആവും. വിവാഹിതരാകാൻ പോകുന്നു, ആഹാ ഒറിജിനൽ ഭാര്യ ഫോണിൽ നോക്കുമ്പോഴത്തെ എന്റെ ഭർത്താവ് വിവാഹിതനാകാൻ പോകുന്നു, വാവ് വാവ് ഗ്രേറ്റ് പൂക്കുറ്റി, അടി പൂക്കുറ്റി മത്താപ്പൂ. ആ പോസ്റ്റർ ഇട്ടിട്ട് അവര് ഡിലീറ്റ് ചെയ്തു. അവരടുത്ത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അവരിത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അവർ തന്നെയാണ് ഇടാനും പറഞ്ഞിരുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ആ പോസ്റ്റ് ഡിലീറ്റ് ആയിട്ട് ഒരു ലൈവ് വന്നു സജ്ന. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ കണ്ടുള്ള ലൈവ് ആയിരുന്നു. ആ ലൈവിൽ റസൽ പൂക്കുറ്റിയുടെ കയ്യെ പിടിച്ച് വലിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ പറയുന്ന പൊതുസമൂഹത്തിനോട് നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞ ആളെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ലൈവ് ആയിരുന്നു. ആ സാധനം ഒരു 2 മിനിറ്റ് അങ്ങനെ കഴിഞ്ഞപ്പോൾ കട്ടായി. അത് ഓൺലൈൻകാരുടെ കയ്യിലൊന്നും കിട്ടിയില്ല, ആരുടെയും കയ്യിലത് കിട്ടിയില്ല. അത് കണ്ടവർ മാത്രം 1-2 പേരുണ്ട്. ആരാണെന്നുണ്ടെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്യാം. അവരുടെ ഡീറ്റെയിൽ ആണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് തരാം. ഭാര്യ മക്കളെ എല്ലാം മനസ്സിലായി. പിന്നെ നിർബന്ധമായിട്ട് എനിക്ക് അതായത് ഞാൻ ഇവിടെ ഇത്രയും വിഷയം ഉണ്ടാക്കി എന്റെ കുടുംബം പ്രശ്നത്തിലാണ് കാര്യങ്ങളുണ്ട്. ഇവിടെ മെസ്സേജ് പിന്നെ ഇവിടുത്തെ കണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത ആൾക്കാരായിട്ട് ഉണ്ടാക്കിയത് പേടിച്ച് വരുന്ന തലനാടക്കറിയുന്നവരുടെ സംസാരിക്കുന്നത്. അത്യാവശ്യം ഇച്ചിരി ക്ലാരിറ്റിയോടെ സംസാരിക്കുക, കേൾക്കുന്നവന് മനസ്സിലാവേണ്ട പൂക്കുറ്റി എന്തോ പറയുന്നുള്ളത്. ഒരുമാതിരി പൂക്കുറ്റി എന്ന പേരും ചെറിയ ഊത്തുടക്കത്തിന്റെ സൗണ്ടും. അവിഹിത കഥകളും അവിഹിത ഗർഭത്തിന്റെ കഥകളും പിന്നെ വളരെ ആർജവത്തോടു കൂടി വന്ന് ഉറക്ക മൈക്കിനകത്ത് ബോൾഡായിട്ട് പറയാൻ പറ്റിയ കാര്യമാണോ? കള്ളവടിയുടെ കഥയല്ലേ? ഇതൊരു സിറ്റുവേഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഇത് കണ്ടിന്യൂ പറ്റത്തില്ല. നിങ്ങളുടെ ത്രെട്ടില് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതെ, ഞാൻ അതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ശ്രമത്തിലാണ്. പിന്നെ പക്ഷെ അതിനെ ഡിമാൻഡ് ചെയ്തത് ഇഷ്ടമാണ്. അതിനോട് ഡിമാൻഡ് ചെയ്തത് സെറ്റിൽ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. 3% ഞാൻ ആൾറെഡി അവർക്ക് എന്റെ അക്കൗണ്ടിൽ നിന്ന് 40 lakhs 39% പൈസ കൊടുത്തിട്ടുണ്ട്. സജിനയുടെ അക്കൗണ്ടിലേക്ക് 40 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്വന്തം അക്കൗണ്ടിൽ നിന്ന്. എന്റെ പൊന്നു കുഞ്ഞ്, ഇപ്പഴാണ് എനിക്ക് മനസ്സിലായത് പൂക്കുറ്റി ചേട്ടൻ എന്റെ അച്ഛനാണോ അല്ല, എന്റെ അനിയനാണോ അല്ല, എന്റെ ഭർത്താവാണോ അല്ല, എന്റെ കാമുകനാണോ അല്ല, ആരാണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ ഒരു ആത്മബന്ധത്തിലാണ് ഞാനും പൂക്കുറ്റി ചേട്ടനെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് മനസ്സിലായത് പൈസക്കാരൻ പൂക്കുറ്റി ചേട്ടൻ, നിനക്ക് ബ്ലേഡുകാരൻ പൂക്കുറ്റി ചേട്ടനായിരുന്നു. ഇട്ട സമയത്ത് ഓരോ ഫോട്ടോയുടെ മര്യാദയ്ക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തോന്ന് പറഞ്ഞ് നിന്ന് അവരാതെ ഉണ്ടാക്കി വിട്ട്. പൂക്കുറ്റിയാണെങ്കിൽ മൂത്തിരിക്കുമ്പോൾ വെച്ച് വിളിക്കുകയും ചെയ്ത് ചെന്ന് കയറി കൊടുക്കുകയും ചെയ്ത് അത് കഴിയുമ്പോൾ 10-40 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്യും. ഓ, ഒരു ഷോട്ടിന് 40 ലക്ഷം രൂപ ചക്കിരിയാണ് അടിച്ചത് ആയിരിക്കും. ഒരു ഗർഭത്തിന് 3 കോടി. സെപ്റ്റംബർ 9 40 lakhs. അത് കൂടാതെ മോതിരം വാച്ച് ഡയമണ്ടിന്റെ റിങ്, മോതിരം, വാച്ച്, ഇനി വല്ല പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അരിഞ്ഞാണം, ചെറിയ പാദസരം, അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ? ചേച്ചി അപ്പൊ അങ്ങനെ എന്തെങ്കിലും പുതിയ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ? ഇങ്ങനെ കടുത്ത് പറിക്കാൻ പ്രായത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ, വേറെ കാണാം. ഇങ്ങനെയൊക്കെ കാണുമ്പം എങ്ങനെയാ പറയാതിരിക്കും? സജന പത്തരമാറ്റ് തനി തങ്കമായതുകൊണ്ട് ഫിറോസ് ആണിനോടും പെണ്ണിനോടും വേണ്ടി വന്നാൽ സ്വന്തം മകനോട് പോലും ലൈംഗിക വൈകൃതങ്ങൾ കാണിക്കുന്ന വ്യക്തിയാണെന്ന് സജന.
പെണ്ണുങ്ങളോടും താല്പര്യമുള്ള ആണ്, ആണുങ്ങളോടും പെണ്ണുങ്ങളോടും താല്പര്യമുള്ള ആണ്. അപ്പം എനിക്ക് പേടിയുണ്ട് എന്റെ മകനെയും കൂടെ കൊടുത്തുവിടാൻ. കാരണം 16 വയസ്സുകാരി ഒരു കുട്ടിയെ പീഡിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഈ അവന്റെ മോനെയും കൂടെ അവൻ അതുപോലെ മിസ്യൂസ് ചെയ്യുന്നുള്ള പേടിയുണ്ട്. അതുപോലത്തെ ഒരു കാര്യം കൂടെ ഞാൻ കേട്ടുകൊണ്ടാണ് ഇത് പറയുന്നത്. എന്റെ ദിയാസന, നീ വന്ന് ഭയങ്കര പാവം പിടിച്ച കണക്ക് ഈ ദിയ ആരും കണ്ടിട്ടില്ല കേട്ടോ. അയ്യോ എന്തോ ഒരു സൗമ്യം. ദിയയെടുത്ത് ആരെങ്കിലും ചിപ്പോന്ന് പറഞ്ഞാൽ ദിയ കയറി പറയാൻ പോകുന്നത് അതിന്റെ ഇരട്ടി ചീത്തവിളിയായിട്ടായിരിക്കും ദിയാസന മീഡിയയിലാവട്ടെ, ഏത് സോഷ്യൽ മീഡിയയിലാവട്ടെ, അവൾ എവിടെ അങ്ങനെയാണ് പറയുന്നത്. അല്ലെ ദിയ? അപ്പം ദിയക്ക് എന്താ പേടിയുണ്ടോ? എന്റെ മുഖത്തിനൊക്കെ ഭയങ്കര പേടി തോന്നിക്കണല്ലോ. എടി, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. നിന്റെ കൂടെ ഉള്ള ആൾക്കാർ നിന്നെ പണിയാത്ത എന്താണെന്നറിയാവോ? കാരണം അവരും സെയിം തെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും അവർ പേടിക്കും. കാരണം നിന്റെ പേരിൽ ഒരു അലിഗേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു കേസ് കൊണ്ട് കൊടുക്കുമ്പം അവരും കൂടെ അല്ലേ പൊങ്ങുന്നത്. അപ്പം തെറ്റ് ചെയ്യാത്ത ആൾക്കാർ ഇതുപോലെ പ്രതികരിക്കും. അപ്പം എൻ്റെ മോളെ, നിനക്ക് മാത്രമല്ല ഫിറോസ് ഖാനും പിന്നെ എന്നെ കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി പോയ ഒരു ദുബായിൽ ഒരുത്തുണ്ട്. ഞാൻ ആ വീഡിയോക്കകത്ത് പ്രത്യേകം എന്തോ ഭാഗ്യത്തിന് ആ സാധനം പറഞ്ഞിട്ടുമുണ്ട്. അത് കണ്ടിട്ട് ട്രിഗർ ചെയ്തിട്ട് അടുത്തൊരു വോയിസ് റെക്കോർഡ് വന്നിട്ടുണ്ട്. റോഷ്നി എന്ന് പറഞ്ഞിട്ട് ദുബായിലെ ഏറ്റവും നമ്പർ 1, എനിക്കത് പറയാൻ താല്പര്യമില്ല, അങ്ങനത്തെ ഒരുത്തി. നിങ്ങൾ ഇപ്പം അവളെ വോയിസ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇനി അവളുടെ ഫോട്ടോകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടെ ഞാൻ ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് കേട്ടാം. കാരണം ഫോട്ടോ എൻ്റെ കയ്യിലില്ല, കാണിച്ചു തരാം ഞാനത്. അവളാണ് റോഷ്നി. കാരണം എന്തായാലും ഞാൻ എത്രയെന്ന് അറിയില്ലേ. അപ്പൊ എന്നെ ഒന്ന് ഭയങ്കരമായിട്ട് റോഷ്നി നീ എന്നെ നശിപ്പിക്കാൻ നോക്കിയാ നിന്നെ ഞാൻ വെറുതെ വിട്ടണം, പോട്ടെ ജീവിക്കേ എന്ന് പറഞ്ഞ് വെറുതെ വിട്ടവളെ നീ ആയിട്ട് ചൊറിഞ്ഞ് മേടിക്കരുത്. പിന്നെ ഫിറോസ് ഖാനിന് ഓഫ്കോഴ്സ് അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ഇനി എനിക്കറിയത്തില്ല. കാരണം കുഞ്ഞിനുള്ള സ്പേസ് തന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ല താൻ യൂസ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. താൻ ലീഗലി പോടോ, ലീഗലി പോയിട്ട് ഞാൻ ലീഗലായിട്ട് മൂവ് ചെയ്യാം. തന്റെ കുഞ്ഞിനെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ലീഗലായിട്ട് പോകാം. ഇത്രയും നാൾ ഞാൻ തന്നെ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ മറച്ചു വെച്ചിട്ടുള്ളല്ലോ. 2500 രൂപ ചെലവിന് തന്നിട്ട് 1 വർഷം കൊണ്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് വിളിച്ചാൽ എന്റെ ഉമ്മയുടെ ഫോണിൽ എന്റെ ശരീരത്തിൽ എന്ത് വന്നാലും അതിനുള്ള ഫുൾ ഉത്തരവാദിത്വം ഞാൻ പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നത് ഇത് ലോകത്തിനോട് കൊണ്ടുവന്നു. നിങ്ങൾ എന്നെ അടുത്ത ഇങ്ങനെ വെച്ച് ഭയങ്കര വിഷമത്തോടെ ഭയങ്കര നീ കമന്റ് പാടാ. ഇനി ഞാൻ എന്തായാലും ഈ ഫിറോസിന്റെ ഓവർ വിനയം മിക്കവാറും ഒരു പണി കൊടുക്കും കേട്ടോ. കാരണം ആളുകൾക്ക് മനസ്സിലായി പോകും. ഓവർ വിനയമുണ്ട്. നമ്മളിപ്പോ 2 ഭാഗവും നമ്മൾ കേൾക്കുന്നത് കൊണ്ട് പറയുന്നതാണ്. എനിക്കുള്ളൂ എൻ്റെ കുഞ്ഞിന് നീ എനിക്ക് തിരിച്ചു തരണം. അല്ലെങ്കിൽ ഞാൻ ഇപ്പം കുറച്ച് ദിവസമായിട്ട് വിളിച്ചിട്ട് പോലും നീ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നില്ല. അത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇത്രയൊക്കെ ചോദിച്ചതുപോലെ അല്ലെങ്കിൽ ഞാൻ അത് ആ ഒറ്റ കാര്യം കേസുമായിട്ട് ഞാൻ പോകും. കാരണം ഇത്രയും ഞാൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നിനക്കും അല്ലെങ്കിൽ റസൂൽ കുട്ടിക്ക്. കാരണം നിങ്ങൾ കള്ള കേസിൽ കൊടുക്കുമെന്ന് അറിയാവുന്ന വലിയ ആൾക്കാരാണ്. അപ്പോൾ എന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേസുകൾ കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നിന്നെയൊക്കെ അകത്ത് കിടത്തിട്ടുള്ള ഇത്രയും സംഭവങ്ങളുണ്ടെന്ന് എൻ്റെ വക്കീലിനെ എനിക്ക് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെ പോലും നിങ്ങളത് ദ്രോഹിക്കാൻ വന്നിട്ടില്ല. നിനക്ക് റസൂലിലൂടെ ജീവിക്കണമെങ്കിൽ ജീവിച്ചു, പക്ഷേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരണം. അതിന് എന്ത് രീതിയിലായാലും നിനക്കറിയാമല്ലോ ഞാനായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്. ഇനി ഞാൻ വിവാഹം പോലും ഇല്ല. അപ്പോൾ എനിക്ക് കുഞ്ഞുമായിട്ട് മാത്രമേ ഉള്ളൂ. അവനോട്ടുള്ള അറ്റാച്ച്മെൻറ്റ് തന്നെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. നീ ദ്രോഹിക്കരുത്. പിന്നെ നീ നിൻ്റെ കൂട്ടുകാരികൾ ഒരുപാട് പേരെ കുറിച്ച് പറഞ്ഞു. അതിൽ ഒരു കൂട്ടുകാരി എനിക്ക് നിൻ്റെ ഗൾഫിലുള്ള ആ സുഹൃത്തിൻ്റെ ഒരു ഓഡിയോ ഒന്നും തല കേട്ടു. പക്ഷെ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലേ സജനയുടെ മൂക്കിൽ ഒരു 3-3.5 കിലോ MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണം. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അഡിക്ഷനാണ്. അതിന്റെ ഇടയിൽ സജന പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, വേറെ കുറെ അലിഗേഷൻസ്. അതായത് ഇവൾക്ക് അത് ചെയ്ത ആൾക്കാരുടെ പേര് ഇവിടെ പറയാണ്ട് അതല്ലാത്ത ആൾക്കാരുടെ പേര് ഞാൻ സജന ഇവൾ പറയുന്നുണ്ട്. ഞാൻ എന്നെ കുറെ നല്ല ആൾക്കാർ കൂടി ഇടപെടുത്തി എന്നെ കൊണ്ട് എവിടാക്കി എന്നെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടു. അവളെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ട ആളാണ് ഞാനാണ് സജന നൂർ. അത് ഞാൻ പരിചയപ്പെടുമ്പോൾ സജന ഫിറോസ് ആണ്. അതിനുശേഷമാണ് ഇവൾ കുറെ ബന്ധങ്ങൾ കണ്ടത്. ഫിറോസ് അറിഞ്ഞതിന് ശേഷം പിന്നെ ഫിറോസിനെ അവൾക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ. അവളത് നൂറാക്കി. ഈ പറഞ്ഞ സജന നൂറിനെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടിട്ട് അതിന്റെ വീഡിയോ ഉണ്ട്. അത് അവൾ കയറി പോകുന്നത്, അവൾ ഇമിഗ്രേഷൻ കഴിഞ്ഞ് കയറി പോകുന്ന വരെ ഞാൻ ആ എയർപോർട്ടിൽ ഞാൻ നിൽക്കുകയാണ്. ഈ ആക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്റെ റസൂൽ പൂക്കുട്ടിയാണ് എന്റെ അങ്ങനെ ഇങ്ങനെ ദൈവം എന്നൊക്കെ പറഞ്ഞില്ലേ. റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലക്ഷ്മി ജയനും ഞാനുമാണ് ഈ റസൂൽ പൂക്കുട്ടിനെ ആദ്യം കാണുന്നത്. ഈ ഞങ്ങളുടെ ഗ്യാങ്ങിൽ കണ്ടു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്ത സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഒറ്റ മൂവിയുടെ ഇതിനൊരു പാട്ടിന്റെ സീൻ എടുക്കുമ്പോൾ നമ്മുടെ ഫോൺ നമ്പർ ഒക്കെ ഉണ്ട്. ഈ റസൂൽ പൂക്കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലക്ഷ്മി ജയന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഫിക്സ് ആയിട്ടുള്ള കുറച്ച് നല്ല സ്ട്രേറ്റ് ഫോർവേഡ് അല്ലാത്ത മെസ്സേജുകളാണ് ഞാൻ അയച്ചത്. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു മെസ്സേജുകളൊക്കെയാണ് ഞാൻ അയച്ചപ്പോൾ അപ്പൊ ഞാനും ലക്ഷ്മി ജയനും കൂടി ഇങ്ങനെ റസൂൽ പൂക്കുട്ടി മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ അവളോട് ആദ്യം എനിക്ക് അയക്കേണ്ടത് നിനക്ക് മെസ്സേജ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഫ്രണ്ട്സ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി ജയൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് റെക്കോർഡിങ്, ഒറ്റ മൂവിയുടെ പാട്ടിന്റെ റെക്കോർഡിങ് കേസുകളാണ്.